VS അച്യുതാനന്ദനെ ചുരുട്ടിക്കൂട്ടി മൂലക്കിരുത്തുക എന്നുള്ള തന്ത്രം ആണ് പിണറായി വിജയൻ പക്ഷം ഇപ്പോൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്. ഇതോടുകൂടി VSന്റെ ചിത്രം തന്നെ ഇല്ലാതാക്കുക. VSന് അതിന് ഔദ്യോഗികമായി നൽകുന്ന വേർഷൻ VS ആരോഗ്യസ്ഥിതി വളരെ മോശമാണെന്നുള്ളതാണ്. VSനെ ഓർമ്മശക്തി ഇല്ലാത്തവരും VSന് ആരോഗ്യശേഷി ഇല്ലാത്തവരും ഒക്കെ ആക്കി അവതരിപ്പിക്കാനുള്ള ഒരു വേദിയായി 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പിണറായി വിജയൻ പക്ഷം കാണുന്നു എന്നുള്ള ദുര്യോഗത്തിലാണ് VS അച്യുതാനന്ദൻ എന്നാണ് ഇപ്പോൾ VS ക്യാമ്പ് വളരെ കൃത്യമായി പരാതിയുടെ രൂപത്തിൽ ഉന്നയിക്കുന്നത്, ആക്ഷേപത്തിന്റെ രൂപത്തിൽ ഉന്നയിക്കുന്നത്, വിമർശനത്തിന്റെ രൂപത്തിൽ ഉന്നയിക്കുന്നത്. VS അച്യുതാനന്ദൻ എവിടെയാണ്? മണ്ഡലം കൺവെൻഷനുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇടതുമുന്നണിയുടെ. അവിടെ എല്ലാ കൺവെൻഷനിലേക്കും VSനെ എത്തിക്കണമെന്ന് സ്ഥാനാർത്ഥികൾ ആഗ്രഹിക്കുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് സമിതിയെല്ലാം പിണറായി വിജയൻ വിഭാഗം കൈയടക്കി വെച്ചിരിക്കുകയാണ്. സ്ഥാനാർത്ഥികൾ അവരുടെ സജഷൻസ് മുന്നോട്ട് വെക്കുമ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിലും VSന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. പക്ഷേ VSനെ ചിത്രത്തിലെ അടുപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ദുര്യോഗം. ആരാണ് ഈ VS അച്യുതാനന്ദൻ? VS അച്യുതാനന്ദൻ കേരളത്തിന്റെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന CPM നേതാവാണ്. ഇന്നത്തെ CPM കെട്ടിപ്പടുക്കുന്നതിൽ, ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM കെട്ടിപ്പടുക്കുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ചവരിൽ ജീവിച്ചിരിക്കുന്ന ഒരു നേതാവ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്, CPMന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി എന്ന് വിലയിരുത്തപ്പെടുന്ന ആൾ. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ് ഏതു തരത്തിൽ ബിഹേവ് ചെയ്യണം, ഏതു തരത്തിൽ ഇടപെടൽ നടത്തണം എന്നുള്ളതിനെ സംബന്ധിച്ച് അത് കൃത്യമായി രൂപപ്പെടുത്തിയ പ്രതിപക്ഷ നേതാവിന്റെ ധർമ്മം നിയമസഭയിലും പുറത്തും രൂപപ്പെടുത്തിയ വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉടനീളം VS അച്യുതാനന്ദനെ കൊണ്ടു നടന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാക്കുകയും അദ്ദേഹത്തിന് ശാരീരിക അസ്വാസ്ഥതകൾ ഉണ്ട് എന്നിരിക്കൽ പോലും അദ്ദേഹത്തെ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലേക്കും കെട്ടിയെഴുന്നള്ളിക്കുകയും ചെയ്യുകയും അതുവഴി ഓരോ വോട്ട് LDFന് അനുകൂലമായി നേടിയെടുക്കാൻ വേണ്ടിയും ശ്രമിച്ചിരുന്നു. പക്ഷേ ഭൂരിപക്ഷം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ആ VS അച്യുതാനന്ദന് ഒരു സ്ഥാനവും ഇല്ലാത്ത അവസ്ഥ വന്നു. ഒടുവിൽ ഏറ്റവും വലിയ വിമർശനങ്ങൾ ഉയരുമ്പോഴാണ് ഒരു മുൻ മുഖ്യമന്ത്രിയാണ്, മുൻ പ്രതിപക്ഷ നേതാവാണ്, CPM എന്ന പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ ജീവിച്ചിരിക്കുന്ന നേതാവാണ്, അദ്ദേഹത്തെ അപമാനിച്ചാൽ, അദ്ദേഹത്തെ അവഗണിച്ചാൽ, അദ്ദേഹത്തെ മൂലക്കിരുത്തിയാൽ CPMനും ഇടതുമുന്നണിക്കും ഉണ്ടാകുന്ന ദോഷം വലിയ തോതിൽ CPMനുള്ളിൽ നിന്നു തന്നെയും LDFനുള്ളിൽ നിന്നും തന്നെയും മറ്റ് പാർട്ടികളിൽ നിന്ന് ചോദ്യങ്ങളായി ഉയർന്നപ്പോഴാണ് ഒരു രീതിയിലും അർത്ഥമില്ലാത്ത ഒരു ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന് പറയുന്ന കമ്മീഷൻ രൂപീകരിക്കുകയും ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായി VS അച്യുതാനന്ദനെ കൊണ്ടുവരികയും ചെയ്തത്. എന്നിട്ട് ആ ഭരണപരിഷ്കാര കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഇല്ലായ്മയെക്കുറിച്ചും അതിന്റെ കെടുകാര്യസ്ഥതയെക്കുറിച്ചും അത് ഖജനാവിൽ നിന്ന് നഷ്ടപ്പെടുത്തുന്ന പണത്തെക്കുറിച്ചുമുള്ള വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകി വാർത്തയാക്കുന്നതും ഇതേ CPMലെ ഒരു വിഭാഗം തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ VS അച്യുതാനന്ദനെ ഇല്ലായ്മ ചെയ്യാൻ നിരന്തരം ശ്രമിക്കുമ്പോൾ ഈ 2019 തെരഞ്ഞെടുപ്പ് VS അച്യുതാനന്ദന്റെ മരണമണി മുഴക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കണമെന്ന് ഒരു വിഭാഗം CPMലെ നേതാക്കൾ ആഗ്രഹിക്കുന്നു എന്ന് പരാതി പറയുന്നത് VS അച്യുതാനന്ദനുമായി ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ VSന്റെ ചിത്രമേ ഉണ്ടാകരുത്. VSന്റെ ചിത്രം ഉണ്ടാകാതെ 12 സീറ്റുകളെങ്കിലും നേടിയെടുക്കാൻ കഴിഞ്ഞാൽ അത് പിണറായി വിജയന്റെ ഏറ്റവും വലിയ വിജയമായിരിക്കുമെന്നാണ് പിണറായി ഫ്രാക്ഷൻ അല്ലെങ്കിൽ പിണറായി വിഭാഗം ഇപ്പോൾ വിലയിരുത്തുന്നത്. 4 സീറ്റാണ് സർവേകളിലെല്ലാം LDFന് നിശ്ചയിക്കുന്നത്. പക്ഷെ 12 സീറ്റ് ലഭിക്കുമെന്നാണ് പിണറായി വിജയൻ ക്യാമ്പ് വിലയിരുത്തുന്നത്. 12 സീറ്റ് വിജയിക്കണം. അവർ ആത്മവിശ്വാസത്തിലുമാണ്. 12 സീറ്റ് LDFന് കിട്ടും എന്ന ആത്മവിശ്വാസമാണ്. എങ്കിൽ 12 കിട്ടിയില്ല എങ്കിൽ കൂടിയും 10 സീറ്റ് ലഭിച്ചാലും, നിലവിൽ പറയുന്ന 4 സീറ്റിൽ നിന്ന് 6 സീറ്റ് വർദ്ധിപ്പിച്ച് 10 സീറ്റ് ലഭിച്ചാലും ഈക്വലായി പോയാൽ പോലും അത് പിണറായി വിജയന് കിട്ടുന്ന തമ്പിംഗ് മെജോറിറ്റി ആയിട്ട് തന്നെയാണ് CPM വിലയിരുത്തുന്നത്. അങ്ങനെ വിലയിരുത്തുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ VS അച്യുതാനന്ദന്റെ ചിത്രമേ പാടില്ല എന്ന് CPMന്റെ ഒരു വിഭാഗം ശാസിക്കുന്നു. അതനുസരിച്ച് കാര്യങ്ങൾ നീക്കുമ്പോൾ വന്ധ്യവയോധികൻ എന്ന ലേബലിൽ, എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാത്ത ശാരീരിക അസ്വസ്ഥതയുള്ള ഒരു നേതാവ് എന്ന ലേബലിൽ, ബുദ്ധി ഉറയ്ക്കാത്ത, ബുദ്ധി പോയി തുടങ്ങിയ ഏറ്റവും വയോധികനായ ഒരു നേതാവ് എന്ന തലത്തിലേക്ക് VS അച്യുതാനന്ദൻ എന്ന പോരാളിയെ, VS അച്യുതാനന്ദൻ എന്ന പോർമുഖത്തെ ചുരുട്ടിക്കെട്ടാൻ മൂലക്കിരുത്താൻ CPMലെ ഒരു വിഭാഗം ശ്രമിക്കുന്നു. അതിനുള്ള എല്ലാ കളികളും, എല്ലാ അടവുകളും, എല്ലാ പിൻനാടകങ്ങളും, പിൻകളികളും ഈ 2019 തെരഞ്ഞെടുപ്പിൽ
തിരക്കഥ പൂർത്തിയാക്കി യാഥാർത്ഥ്യമാക്കാൻ മത്സരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഒരു തെരഞ്ഞെടുപ്പ് വേദിയിലേക്കും വി എസ് അച്യുതാനന്ദൻ ഇക്കുറി എത്തില്ല എന്ന് ആശങ്കപ്പെടുന്നുണ്ട് LDF സ്ഥാനാർത്ഥികൾ. പ്രത്യേകിച്ച് CPM-ൽ വി എസ് വരണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥികൾ. ആ തരത്തിലൊരു വിഭാഗം വി എസിനെ മൂലക്കിരുത്താൻ ശ്രമിക്കുമ്പോൾ വി എസിന് ചാർത്തി നൽകുന്ന പട്ടം ഈ തരത്തിലായിരിക്കും. ഏറ്റവും വന്ധ്യവയോധികൻ, കൊടും ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ നേരിടുന്ന വ്യക്തി, ബുദ്ധിക്ക് മങ്ങലേൽക്കുന്ന വ്യക്തി, ഈ തരത്തിലേക്ക് വി എസിനെ ചുരുക്കിക്കെട്ടുക വഴി, വി എസിനെ മൂലക്കിരുത്തുക വഴി വെറുമൊരു ഡമ്മി കമ്മ്യൂണിസ്റ്റ് നേതാവ്, വിപ്ലവ വീര്യം ചോർന്ന് ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷി എന്നുള്ള തരത്തിലേക്ക് വി എസിനെ ചുരുക്കിക്കെട്ടാനുള്ള ശ്രമം CPM-നുള്ളിൽ ബോധപൂർവം ഉണ്ടാകുന്നു എന്ന വിമർശനം വി എസ് പക്ഷ വക്താക്കൾ ഇപ്പോൾ ആശങ്കാ രൂപത്തിൽ, പ്രതിഷേധ രൂപത്തിൽ, പരാതി രൂപത്തിൽ ഉയർത്തിക്കാട്ടുകയാണ്.